നോക്കണം. ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പിഴയായി ഈ വർഷം 1000 കോടി രൂപ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സർക്കാരിന്റെ മുമ്പ് പ്രവർത്തനരഹിതമായ ഈ ഷോക്ക് അബ്സറുകൾ നിങ്ങൾ നോക്ക്. ഇത്തരത്തിൽ 50-100 ആളുകളെ കൊണ്ടുപോകുന്നതിന് MVDക്ക് ജനങ്ങളുടെ സുരക്ഷയല്ല മെയിൻ. അവർക്ക് പാവപ്പെട്ടവന്മാരുടെ എന്തെങ്കിലും അതും ഇതും പറഞ്ഞ് വിൽക്കുമ്പോഴെല്ലാം കട്ടണമെങ്കിൽ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൈസ മേടിക്കണം. അത് തന്നെയാണ് പരിപാടി. ആ ബസ്സിൻ്റെ ടയറിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ മുട്ടയായ ഒരു ടയർ അവസാനം MVയുടെ കയ്യിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ അവർ വീട്ടിൽ വന്ന് തൂക്കും. അത് കണക്ക് തന്നെ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ MVD എന്നെ കൊല്ലത്ത് ഓയിൽ വെച്ച് പൊക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നെ വിളിച്ച് പറഞ്ഞ് ഹരി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്, നീ അത് ഇനി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറേ പേര് കണ്ട് അവസാനം MVയുടെ കയ്യിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ അവർ വീട്ടിൽ വന്ന് തൂക്കും. അത് കണക്ക് തന്നെ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കാര്യങ്ങൾ കുറേ പേര് പറഞ്ഞു. അത് പലരും പേടിച്ചു പോയി. സത്യം പറഞ്ഞാൽ പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുന്നത്, ഞാൻ അതിനകത്ത് ഓവറായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും. അപ്പോൾ പലരും അങ്ങനെ പേടിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു പാർട്ടിയും അല്ലെങ്കിൽ ഒരു സർക്കാരിനെയും ഒന്നും വിമർശിച്ച് പറയുമല്ല. എന്നുവെച്ചാൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്, അതെല്ലാം ഏതൊരു കാര്യത്തിനും കാണും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് ഈ MVD എന്ന് പറയുന്നത്. കാരണം ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, വേറെ പല പ്രശ്നങ്ങളുമുണ്ട്. അതൊന്നും കാണാതെ ഈ MVDകൾ സാധാരണപ്പെട്ട പാവപ്പെട്ടവന്മാരൊരു EMIക്കോ അല്ലെങ്കിൽ ഒരു കടം മേടിച്ചൊരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ ചെറുതായിട്ട് അവരുടെ പ്രൊട്ടക്ഷന് ആ വണ്ടിക്ക് ഒരു വീഴുമ്പോൾ എങ്ങും പറ്റായിരിക്കും വേണ്ടി ഒരു ക്രാഷ് കാർഡോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ ഇപ്പോൾ ലിവർ കാർഡ് വെച്ചിട്ടാണ് എന്നെ പൊക്കിയത്. അപ്പോൾ അതിനെ പൊക്കിയിട്ട് പെറ്റിയടിക്കുക, പിന്നെ ഈ നമ്മുടെയൊക്കെ സമയം കളയാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ച് നിർത്തുക, ഇങ്ങനെയുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാമേ. കൊല്ലത്ത് KSRTC ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞിരിക്കുന്നു. നിരവധി യാത്രക്കാർക്ക് പരിക്ക്. ആയൂർ റോഡിൽ മീയണ്ണൂരിൽ 6:15ഓടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മീയണ്ണൂരിൽ വെച്ചാണ് സംഭവം. ആയൂരിൽ നിന്ന് അഞ്ചലേക്ക് പോകുന്ന, കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഭിത്തി ഇടിച്ചു തകർത്താണ് ബസ് മറിഞ്ഞിരിക്കുന്നതെന്ന് കാണാം. ബസ് അല്പം വേഗതയിലായി. കൊല്ലത്ത്, അതായത് എന്നെ MVD പിടിച്ചതും കൊല്ലത്ത്, അതേ കൊല്ലത്ത് തന്നെ ഒരു KSRTC ബസ് മറിഞ്ഞ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അതായത് KSRTC ബസ്സിൻ്റെ ആക്സിലൊടിഞ്ഞ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ഇനി അതിനെ കുറിച്ച് വേറെ ദൃശ്യം കാണിച്ചു തരാം, കണ്ടു നോക്ക്. കാരണം ഈ ബസ്സിൻ്റെ ടയർ നമുക്ക് കാണാം, മൊട്ടയായ ടയറാണ്. ഈ കുളത്തുപുഴ മലയോര മേഖലകളിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ഒരു ടയറിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കിയെല്ലാം തന്നെ, അതായത് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ, ഈ ബസ്സിൻ്റെ അടിഭാഗത്തുള്ള ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു, അപാകതകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ചേട്ടാ, വർഷത്തിന് മുമ്പ് പ്രവർത്തനരഹിതമായ ഈ ഷോക്ക് അബ്സറുകൾ നിങ്ങൾ നോക്ക്. ഇത്തരത്തിൽ 50-100 ആളുകളെ കൊണ്ടുപോകുന്ന പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് പൊതുഗതാഗതം. ആ പൊതുഗതാഗതത്തിൻ്റെ ഗതിയാണ് ഇന്ന് കാണുന്നത്. ഈ നമ്മളെ ഗണേശനെ പോലെയുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിന് മാറ്റം വരുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹത്തിൻ്റെ പക്വതയും അദ്ദേഹത്തിൻ്റെ ഈ ഭരണ മികവും ഒക്കെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള സമൂഹത്തിലാണ്. ഇപ്പോഴും ഇതിന് ഈ ഗണേശനെ പോലുള്ള 1000 മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിവാണിത്. നിങ്ങൾ നോക്കണം. ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി മാറും. ഡോക്ടർ അരുൺകുമാർ, മറ്റൊരു കാര്യം കൂടെ, ഈ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അതായത് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ഒരു ഗർഭിണിയായ സ്ത്രീ അടക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കാലടക്കം ഒടിഞ്ഞു എന്നാണ് ഈ നാട്ടുകാർ, ഈ ദൃക്സാക്ഷികളടക്കം. കൊല്ലത്ത് നിന്നും കുളത്തൂപ്പുഴയ്ക്ക് ഓടുന്ന ബസ്സാണ്. ആ ബസ്സിന്റെ ടയറിന്റെ അവസ്ഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിൽ മുട്ടയായ ഒരു ടയർ ഉപയോഗിച്ചുകൊണ്ട് വാഹനം സർവീസ് നടത്താൻ പാടുള്ളതല്ല. ഈ അപകടത്തിന്റെ ഒരു കാരണം, മഴയത്തൊക്കെയാണ് ഇതൊന്ന് സാധാരണ രീതിയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്താൽ പോലും ഈ ടയറുകൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത കൂടുതലല്ലേ ഇതിലേ?
തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഈ കൊല്ലത്തിൻ്റെ മലയോര ഭാഗമാണ് ഈ കുളത്തൂപ്പുഴ മേഖലയെല്ലാം. അവിടേക്ക് യാത്ര ചെയ്യുന്ന ചെങ്കുത്തായ വളവുകളെല്ലാമുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മൊട്ടയായ ടയറുകൾ റീസോൾ ചെയ്ത് ഇതിൻ്റെ കാലപ്പഴക്കം ചെന്ന ടയറുകൾക്ക് വീണ്ടും ഇത് അബൂ താഹിർ ഈ വിഷൽ കൂടെ ഒരു പൊട്ടിയ ടയർ, അതായത് ഈ വിഷൽ എന്ന അടിയിൽ നിന്ന് ദൃശ്യങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് ഒന്ന് കാണിച്ച നോക്കൂ. ഈ പൊട്ടിയ ടയർ, ഇതൊക്കെ ഈ ടയർ തന്നെ കാണാം പൊട്ടിയതാണ്. ഈ പൊട്ടിയ ടയർ വീണ്ടും റീസോൾ ചെയ്ത് മൊട്ടയായി ഇതിൻ്റെ ടയറിൻ്റെ കാലപ്പഴക്കം ചെന്ന ടയറാണ് നമുക്ക് ഈ ഒരു വലിയ അപകടത്തിന് കാരണം. ഇത്തരത്തിലുള്ള ഡോക്ടർ അരുൺകുമാറിന് തന്നെ വ്യക്തമായിട്ട് അറിയാം, കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് ഒരിക്കലും അനിവാര്യമല്ലാത്ത ടയറുകളാണ് ഈ ബസ്സിനുള്ളത് എന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്ത എന്നത് 2020 മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ്. ഇത്തരത്തിൽ 50-100 ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് തൊരിയിൽ ഓടുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഈ ടയറിന്റെ അടിഭാഗങ്ങൾ മൊത്തം പൊട്ടിപ്പിളരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് വാഹനത്തിലേക്ക് നോക്ക്, അതായത് ഈ വാഹനത്തിന്റെ ഓയിൽ സീല് പോയിട്ട് ഹൗസിംഗ് ലീക്കായി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്. ഇതുപോലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലും എത്തരത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുവന്ന വാഹനമാണ്. ഷോക്ക് അബ്സറുകൾ പ്രവർത്തനരഹിതമാണ്, ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുപോലെ ആക്സിൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ്, ആ ആക്സിൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പം ഡ്രൈവർമാർ പരിശോധിച്ചിട്ട് പറയുകയാണ്, ഡ്രൈവർമാരാണ് അവര് പരിശോധിച്ച് വിലയിരുത്തി പറയുന്നതാണ്. ഇത് ഒരു ജോയിന്റിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ, ഇത് പണ്ടങ്ങാണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. ബന്ധപ്പെട്ട ഒരു തൊഴിലാളിയാണ് നമ്മൾ ബസ്സോട്ട് കൊടുക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രൈവറ്റ് ബസ്സിനകത്താണെങ്കിൽ 3 ദിവസം കൂടും ഗ്രീസ് അടിക്കുന്നതാണ്. ഇതാ ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഇത് എവിടെ, ഇത് വണ്ടി ഇറങ്ങിയപ്പോഴാണ്ടുള്ളതാണ്. ഇതിനകത്ത് നോക്ക്. അതായത് തേയ്മാനം സംഭവിച്ച ടയറും അത് കണക്ക് തന്നെ നല്ല ഒരു മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരു KSRTC ബസ്സിലാണ് അത്രയും ജനങ്ങളെയും കൊണ്ട് കൊല്ലത്ത് നിന്ന് കൊളത്തൂപ്പുഴയിലേക്ക് KSRTC സർവീസ് നടത്തിയത്. അതായത് ഒരു 10-30 പോട്ട് ഒരു 20 പേരെങ്കിലും മിനിമം അതിനകത്ത് ഉണ്ടായിരിക്കണം, 10 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്നെ പിടിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ പോകുന്നവരുടെ സാരി കുടുങ്ങി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരാൾക്ക് അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവും, ശരി, കറക്റ്റ് തന്നെ. പക്ഷേ ഡെയിലി സർവീസ് നടത്തുന്ന KSRTC പോലുള്ളൊരു ബസ് ഇത്രയും അലക്ഷ്യമായിട്ട് ഈ MVDകൾക്ക്, അതായത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ജനങ്ങളുടെ സുരക്ഷയാണ് മെയിൻ എന്നൊരു കാരണം ഉണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് KSRTC ബസ്സുകളാണ്. KSRTC ബസ്സെല്ലാം റോഡിലിറങ്ങി ഓടാൻ അനുയോജ്യമാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതുപോലും ഇത്രയും അലക്ഷ്യമായിട്ട് ഇങ്ങനെ കിടന്ന് ഓടുന്നത് ഒരു പ്രശ്നവുമില്ല. അതും കൊല്ലത്ത്, എന്നെ MVD പിടിച്ചതും കൊല്ലത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഈ കൊല്ലത്ത് ഇങ്ങനെ നടന്നിട്ട് അവർ ഇതിനെപ്പറ്റി MVD ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ ന്യൂസിലൊന്നും കണ്ടില്ല. ഓക്കെ, ആ ടയറിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടു കാണുമല്ലേ. അതാണ് ടയറിൻ്റെ ആ ആക്സിഡൻ്റ്, അതിനൊന്നും ഗ്രീസ് പോലും ഇല്ല. അത് അവിടെ ഉള്ള ഡ്രൈവറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരും മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം MVDക്ക് ജനങ്ങളുടെ സുരക്ഷയല്ല മെയിൻ, അവർക്ക് പാവപ്പെട്ടവന്മാരുടെ നിന്ന് എന്തെങ്കിലും അതും ഇതും പറഞ്ഞ് വിൽക്കുമ്പോഴെല്ലാം കട്ടണമെങ്കിൽ വേറെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൈസ മേടിക്കണം. അത് തന്നെയാണ് പരിപാടി. അതിന് വേറൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ നിങ്ങൾ കണ്ടു നോക്കുന്നു. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പിഴയായി ഈ വർഷം 1000 കോടി രൂപ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സർക്കാരിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ MVD പിരിക്കണം, MVDയും പോലീസും എല്ലാം കൂടെ ചേർന്ന് പിരിച്ച് സർക്കാരിന് കൊടുക്കണം എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ജനങ്ങളുടെ സുരക്ഷ തന്നെയാണോ നിങ്ങൾക്ക് മെയിൻ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? എൻ്റെ ചോദ്യം അതാണ്. എത്ര KSRTC ബസ്സുകളെ പാഞ്ഞു പറിച്ച് പോകുന്നത് നിങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കും. പാഞ്ഞു പറിച്ച് പോകുന്നൊന്നും ഞാൻ ഒന്നും പറയാം, സൂപ്പർ ബസ്സുകളൊക്കെ പാഞ്ഞു പറിച്ച് തന്നെ പോകേണ്ടത്. ഓക്കെ, ശരി, ഓക്കെ, എല്ലാം ഓക്കെ. ഈ ഓടാൻ അനുയോജ്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോലും ഈ MVDക്ക് സമയമില്ല. അവർ വീഡിയോ കാണുമ്പം, അതായത് ചില വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെന്നിന്ന് കുറേ പ്രഹസനം കാണിക്കും. അതല്ലാതെ ഇവന്മാർക്കൊന്നും ജനങ്ങളുടെ സുരക്ഷയിൽ ഒരിതുമില്ല. അത്രയും വേവലാതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ആക്സിഡൻറ്റ് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അഥവാ ജനങ്ങളുടെ സുരക്ഷയാണ് മെയിനെങ്കിൽ
ചെന്ന് KSRTC ബസ്സെല്ലാം ഓടാൻ അനുയോജ്യമാണോ? അതിന് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു. അതിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവിടെ പിഴിയാൻ വേണ്ടി പാവപ്പെട്ടവന്മാരുണ്ടല്ലോ, പാവപ്പെട്ടവന്മാർ മെക്കിട്ട് കയറിയാൽ മതിയല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകാരനാവും. കുറച്ച് ആൾക്കാർ വിളിച്ച് പറയും, ഹരി നീ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ അവന്മാർ ഇനി നിന്നെ തപ്പി ഇറങ്ങും, അല്ലെങ്കിൽ നിനക്ക് അടുത്ത പ്രശ്നം ഉണ്ടാവും. എൻ്റെ അടുത്ത് പറയുന്നതാണ്. കാരണം എൻ്റെ ഉള്ള അടുപ്പം കൊണ്ട് അവർ പറയുന്നതാണ്. കാരണം അവർക്ക് ഒരു പേടിയുണ്ട് മനസ്സിൽ. ഇവിടെ ജീവിക്കുന്നവരെല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാ. ഈ പാവപ്പെട്ടവന്മാരുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരാൻ നിൽക്കുന്ന കുറേ ഇത്രയും ഒരു നാറിയ ഉദ്യോഗസ്ഥർ വേറെ കാണൂല കേട്ടോ. ശരിക്കും അതിനകത്ത് കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ ഒരു കമൻറ്റ് വായിക്കാം. അതാണ് കാര്യം. വണ്ടി വാങ്ങിയാൽ അതുപോലെ കൊണ്ടു നടക്കണം, അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ മോഡിഫൈ ചെയ്യാനുള്ളതല്ല. പൊതുനിരത്തിൽ ഓടിക്കുന്ന വണ്ടികൾ അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ മോഡിഫൈ ചെയ്യാനുള്ളതല്ല പൊതുനിരത്തിൽ ഓടിക്കുന്ന വണ്ടികൾ. നിയമം പാലിക്കണം. നിയമലംഘനം നടത്തിയിട്ട് ഇതുപോലെ മെഴുകാൻ നിൽക്കരുത്. ഓക്കെ, നിയമം ഈ പറഞ്ഞ നിയമം എനിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മന്ത്രിക്കും എല്ലാവർക്കും ഒരുപോലാണോ? അത് പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. ഒരു ആൻസർ ആരും തരത്തില്ല. കാരണം അത് ഒരുപോലെ അല്ല. ഒരു നിയമവും ആർക്കും എല്ലാവർക്കും ഒരുപോലെയല്ല. ഇവിടെ പൈസയുള്ളവന് വേറെ നിയമം, പൈസ ഇല്ലാത്തവന് വേറെ നിയമം, മന്ത്രിക്കും മറ്റുള്ളവന്മാർക്കും വേറെ നിയമം. അങ്ങനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ. ശരിക്കും അങ്ങനാണ്. എന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്ന ഇവരെ പോലുള്ള കുറേ പേരും ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് എനിക്ക് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനിങ്ങനെ ന്യായീകരിച്ചിങ്ങനെ നടക്കുന്നതെന്ന്. ഇതുപോലുള്ള കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു 4-5 കമൻറ്റ് ഉണ്ട്. ഞാൻ ചോദിച്ച് ഇവിടെ 100% ഇവിടെയുള്ള എല്ലാ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെയാണോ നിയമം എന്ന് നോക്കിയാൽ നേരത്ത് അങ്ങനെ വേറെ അത് ഞാൻ കാണിച്ചുതരാം. വെയിറ്റ്. അങ്ങനെ പാതി മുക്കാലും പറഞ്ഞത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അത് വേറെ കുറേ പേര് വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, നിങ്ങൾ എന്തോ ഈ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ വേറൊരു കാര്യം പറഞ്ഞത് ഇതാണ്: കേരളത്തിൽ നടക്കുന്നത് കാണുന്നുണ്ട്, അതിനനുസരിച്ച് ആളുകൾ അറസ്റ്റിലാകുന്നുണ്ട്, കേസുകൾ കോടതിയിൽ വരും, ശിക്ഷ കിട്ടും. ഇന്നലെ ബോച്ച് എന്ന ആ നാറിയെ അറസ്റ്റ് ചെയ്തില്ലേ? അങ്ങനെയൊക്കെയാണ് കേരളത്തിലെന്ന്. എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ? ഇവിടെ വേറെ കൊലക്കേസും മറ്റേത് പലതും മറിച്ചതും എല്ലാം നടക്കുന്നുണ്ട്. പല കേസുകളും ഇവിടെ ഒരു പീഡന കേസ് ഒരു ബംഗാളിയുടെ തല വെച്ച് വെട്ടി കൊടുക്കാൻ നോക്കി. അത് ഇപ്പം പലതും വെളിച്ചത്തിൽ വരുന്നുണ്ട്, പക്ഷെ എല്ലാവരും മറയ്ക്കുവാണ്. എന്നിട്ട് കിടന്ന് കുറ്റം പറിച്ചിരും. സത്യം പറയില്ല, പുള്ളിക്കാരൻ പറഞ്ഞു കേരളം വിട്ടുപോകുക, വേറെ എവിടെയെങ്കിലും നിയമം അനുസരിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേരളം വിട്ടുപോക്കോ, വേറെ ബാക്കി എവിടെയെങ്കിലും പോയാലും നിങ്ങൾ നിയമം അനുസരിക്കേണ്ടതെന്ന്. പക്ഷേ ഇതുപോലൊരു നാറിയ സംസ്ഥാനവും ഇതുപോലെ നാറിയ നിയമവും കേരളത്തിലല്ലാതെ വേറെ എങ്ങുമില്ല. ഞാൻ ചെന്നൈയിൽ ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴും ചെന്നൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ 3 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഇതുവരെയായിട്ട് ഇങ്ങനെയുള്ളൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ സമയത്ത് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, പിന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഇത്രയും സ്ഥലത്തും പോയി. അവിടെ എങ്ങും ചെന്നപ്പോഴും ആരും പറഞ്ഞില്ല ഈ ലിവർ ഗാർഡ് സാരി കുടുങ്ങി മരിക്കുമെന്നോ സാരി കുടുങ്ങി ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നൊന്നും ഒരു മനുഷ്യനും പറഞ്ഞില്ല. അവരൊക്കെ നമ്മളോട് ചെല്ലുമ്പോൾ ബഹുമാനത്തോടെ അവർ പെരുമാറുന്നത്. കേരളക്കാരെന്ന് പറയുമ്പോൾ ഒരു ബഹുമാനത്തോടെ അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥർ വെറും മോശം രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടെയുള്ള നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാജ്യദ്രോഹ കുറ്റക്കാരാകും, നമ്മൾ കുറ്റവാളികളാവും. ഇവിടെ വണ്ടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന വണ്ടി മോഡിഫൈ ചെയ്ത് നമ്മൾ കിട്ടുന്ന അതിനൊക്കെ വെക്കണമെന്ന്. ശരി, നമ്മൾ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന പോലെ അതേപോലെ വണ്ടി കൊണ്ടു നടക്കുക. നമ്മുടെ ഫോൺ നമ്മളങ്ങനെ കൊണ്ടു നടക്കുമോ? ഇല്ലെങ്കിൽ പോട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ മേടിക്കുന്ന നമ്മളെ തന്നെ എടുത്തോ. ഉദാഹരണത്തിന് നമ്മൾ അമ്മയുടെ മൈറ്റിൽ നിന്ന് ജനിച്ചിട്ട് അതേ കണക്കാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടി ഹെൽമെറ്റ് വെക്കുന്നത്. അതുപോലെ സ്വന്തം വണ്ടിയെ ഒരു നമ്മുടെ ഫ്രണ്ടിനെ പോലോ അല്ലെങ്കിൽ ബ്രദറിനെ പോലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സ്നേഹിതൊരു വസ്തുവായിട്ട് അതിനൊരു ജീവനുള്ള പോലെയാണ് പലരും പെരുമാറുന്നത്. അതിൻ്റെ കൂടെ പലരും ഒരു ജീവനുള്ള വസ്തുവിനെ പോലെ നമ്മൾ വണ്ടിയോട് പെരുമാറുന്നത്. അപ്പോൾ ആ വണ്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെയും കൂടെ ഉത്തരവാദിത്വം അത്. എനിക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയോട് സംസാരിക്കും. അതൊക്കെ ഓരോരുത്തർക്കും അത് എന്താ പറയുക, അതൊരു ഫീലാണത് ശരിക്കും സത്യം പറഞ്ഞാൽ.
അപ്പോൾ ആ വണ്ടിക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണത്. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നത്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു ലിവർ ഗാർഡ് അല്ലെങ്കിൽ ആ ഹാൻഡ് ഗാർഡ് മേടിച്ച് വെച്ചു. അതിലെന്ത് തെറ്റാണ് എനിക്ക് കാണുന്നത്? അതിൽ സാരി കുടുങ്ങി മരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് സാരി കുടുങ്ങി ആക്സിഡൻറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് അവർ വേറെ കുറേ വരുന്ന അങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ന്യായീകരിക്കാൻ കുറേ പേര് ഇപ്പോഴും കാണും, കുറേ അടിമകൾ. ഒന്നും പറയാനില്ല. ഇവിടെ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമം എന്ന് പറയുന്ന സാധനം ഇവിടെ പലർക്കും പല രീതിയിലാണ്. പിന്നെ അത് പാലിക്കാൻ പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? MBD ഒക്കെ എന്ത് യോഗ്യതയാണുള്ളത്? KSRTC ബസ് ഇന്നലെ ഇതിനൊക്കെ ആക്സിഡൻ്റായി. അതായത് January 10 ഇന്നലെ ആക്സിഡൻ്റായി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? എത്ര ജീവനാണ് അവിടെ അപകടത്തിലായത്? ഈ ലിവർ ഗാർഡ് വെച്ചതിൻ്റെ പാതിയുടെ ആക്സിഡൻ്റാണ് അവിടെ ഉണ്ടായത്. അതോ അതിൻ്റെ ഇരട്ടി ആക്സിഡൻ്റാണ് അവിടെ ഉണ്ടായത്? ഇതൊന്നും നമ്മൾ പറഞ്ഞുകൂടാ. നമ്മൾ തെറ്റുകാരനാവും, നമ്മൾ സമൂഹത്തിൽ കുറ്റവാളികളാവും. നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചുകൂടാ. നമ്മളെല്ലാം മനസ്സിൽ നമ്മളിങ്ങനെ, കാരണം നമ്മൾ മിഡിൽ ക്ലാസ് അല്ലേ, നമ്മളൊന്നും വേണ്ട, നമ്മുടെ പണമില്ല, നമ്മുടെ പാർട്ടിയുടെ വലിയ പിടികളൊന്നുമില്ല, അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടിക്കൂടാ. അതാണ് മെയിൻ പ്രശ്നം. എന്തുകൊണ്ടാണ് KSRTC ഒരു അത്ര അലക്ഷ്യമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? MBD അതൊന്നും ചെക്ക് ചെയ്യാൻ സമയമില്ല. ആ ഇൻഷുറൻസ് 2020 കണ്ട് തീർന്ന ഇൻഷുറൻസ് കൊണ്ട് ആ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോയി, ആക്സിഡൻ്റായി. അത് കണക്കാനെ ടയർ മൊട്ടയായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അതുപോലെ തന്നെ നിയമം എല്ലാവരും രണ്ട് വിധത്തിൽ തന്നെയാണ്. കാരണം ടൂറിസ്റ്റ് ബസ്സിന് വെള്ള പെയിൻ്റ് അടിക്കണം. ബാക്കിയുള്ളവിടെ KSRTC ബസ്സിൽ പരസ്യം ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നത്. സർക്കാരിന് പൈസ കിട്ടും. അതുകൊണ്ട് 2 പേർക്കും 2 നിയമമാണ് ഇവിടെ. അതിൽ ഒരു മാറ്റവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റമില്ല. പലർക്കും പല നിയമം തന്നെ. നിയമം പാലിക്കണമെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ സർക്കാരിനൊരു നിയമം, നമുക്ക് വേറൊരു നിയമം. അതിനൊക്കെ വേറൊരു ചോദ്യം ചോദിച്ചതാണ്. സർക്കാരിൻ്റെ വണ്ടികൾ ചിലപ്പോൾ പോകുന്ന സമയത്ത് അവർക്ക് സമയത്തിന് വില കാണും. അവർക്ക് ചിലപ്പോൾ അവരുടെ സമയം കുറച്ച് സമയമുള്ളൂ. അതൊന്നും ബാക്കിയുള്ളവർക്കൊന്നും സമയത്തിന് വിലയില്ലേ? ഒരുത്തൻ അവൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നത്തിൽ 1 മണിക്കൂറിനുള്ളിൽ പൈസ എടുത്തുകൊണ്ട് വരണമെന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിടുക. അവൻ ട്രാഫിക്കിൽ പെട്ടിരിക്കും. അപ്പോൾ അവിടുത്തെ മന്ത്രിമാർ പൊയ്ക്കൊണ്ടിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ വന്നില്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുക. അപ്പോൾ അവിടെ പെട്ട് നിൽക്കുക. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ പോയിട്ട് മതി, നീ പോയാൽ മതി എന്ന് പറയുമ്പം അവിടെ ഒരു സാധാരണപ്പെട്ട ഒരാളുടെ ജീവനാണ് അവിടെ അപകടത്തിലാവുന്നത്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരാളാണ് അവിടെ മരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു വിലയില്ലയോ? സാധാരണപ്പെട്ട അവരൊരു ജീവനില്ലേ, അതിനൊന്നും ഒരു വിലയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അതിനൊരു വിലയും ഇല്ലേ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളിയാവും. ഒന്നും മിണ്ടിക്കൂടാ. ഇപ്പം തന്നെ ആ വീഡിയോ ഇട്ടതിന് കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, അരി ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ നിനക്ക് ഇനി അടുത്ത പേര് അതിൻ്റെ പേര് അവരിനി. കറക്റ്റാണ്, അവർ ചിന്തിക്കുന്നത് കറക്റ്റാണ്. കാരണം ഇവിടെ എങ്ങനെ നടക്കുന്നത്? കാരണം എന്നെ പിടിച്ചിട്ട് അവസാനം വിടുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാ, നിന്നെ എന്തെങ്കിലും എൻ്റെ കൈ കിട്ടുമെന്ന്. അത്രയ്ക്ക് ഈഗോ കുറേ മനുഷ്യരുള്ള നാടായത്. ഇവിടെ കൂടിയ ആൾക്കാർക്ക് എന്തും ആവാം. നമ്മളെപ്പോലുള്ളവർക്ക് ഒന്നും ചെയ്തു. നമ്മളൊക്കെ മിണ്ടാതിരിക്കണോടെ. നമ്മൾ കറക്റ്റ് മിണ്ടായിരുന്നിട്ട് നമുക്ക് പെറ്റിയടിച്ച് കൊടുക്കണം. കൂലിവേല ചെയ്യുന്നവരുണ്ട്, ഡെയിലി ശമ്പളത്തിന് 500,000 ജോലി ചെയ്യുന്നവർ. അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടി ഒരു EMI ഇട്ടോ എല്ലാം മേടിച്ചിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് MBD പിടിക്കുക, അതിന് 1000 രൂപ അടിച്ചു കൊടുക്കുക, അവൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ ഇത് പോയി. ഒന്നെങ്കിൽ മാന്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കണം. ഇവരൊക്കെ വെറും മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത്. ഇവർ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് മാത്രം ഒരുമാതിരി നല്ല പ്രകാശനം കാണിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടെ കേട്ടോ, അത് തെറ്റാണ്, അത് മറ്റേതാണ്, അത് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സാധാരണപ്പെട്ട ഒരാളെ റോഡിൽ നിന്ന് ചെക്കിങ് ചെയ്യാൻ നേരത്തെ അവിടെ നിന്ന് തുടങ്ങും. നീ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾക്ക് പോകുന്നവരെ നിന്നെ ഇവിടെ വേണമെങ്കിൽ പിടിച്ച് നിർത്തിക്കാം, നിൻ്റെ സമയമാണ് പോകുന്നത്, അത് നമ്മളെപ്പോലുള്ളവരുടെ സമയം. ശരിക്കും സത്യം പറഞ്ഞു ഇതുപോലെ വേസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. നിയമമൊക്കെ വേണം, അത് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നിയമം. എനിക്ക് ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല. ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ പേര് വരുമെന്ന് എനിക്കറിയാം. എനിക്ക് അവരോട് കുഴപ്പമില്ല, കാരണം അവർക്കും അവരുമായിട്ടുള്ള പാർട്ടികളും കാണും, കാര്യങ്ങളൊക്കെ കാണും. അവരുടെ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ അടുത്ത് പറയത്തില്ല.
എന്നാലും നാളെ നിങ്ങളുടെ പാർട്ടി മാറി വേറൊരു പാർട്ടി വരുമ്പോൾ നിങ്ങൾ ഇവരെ കുറ്റം പറയും സ്വാഭാവികമായിട്ടും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. എനിക്ക് നടന്നത് വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. മാക്സിമം MVD ഗവൺമെൻറ് തിരിച്ചു പോകാൻ നോക്ക്. ഇവരൊക്കെ വായിച്ചെന്ന് കയറി പെട്ട് കഴിഞ്ഞാൽ പൈസ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുക, കുറേ പേരുണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സൂക്ഷിച്ചൊക്കെ വണ്ടി ഓട്ടിക്കുക. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ലിവർ കാർഡൊന്നും വെക്കാൻ പോകുന്നില്ല. ഇനി അത് കാരണം സാരി കുടുങ്ങി ആക്സിഡൻ്റ് ആയിട്ട് ആരും മരിക്കുകയൊന്നും വേണ്ട. ആക്സിഡൻ്റ് ആകെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. ഞാൻ അത് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റ ബൈ ബൈ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത നമുക്കൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.